സാധാരണയായി ഒരു വ്യക്തി വീട് വെക്കാൻ പ്രത്യേകിച്ച് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് പോകുമ്പോൾ ഒരു ഹസ്ബൻഡ് ഫാദർ അമ്മ രണ്ട് മക്കളൊക്കെ ആയിട്ട് കല്യാണം കഴിച്ചു പോയ ഒരു വ്യക്തി വേറൊരു സ്വന്തമായിട്ടുള്ള സ്ഥലത്ത് പോകുമ്പോൾ അവർ വീട് വെക്കാനുള്ള ഒരു സമയം, എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്നില്ലേ, അതുപോലെ ആ സമയത്തിലേക്ക് വേണം നമ്മൾ ആദ്യം വരാൻ. ഒരു 35-40 വയസ്സാകുമ്പോഴാണ് നമുക്കൊരു വീട് വെക്കാനുള്ള ഒരു അല്പസ്വല്പമൊക്കെ പണങ്ങളൊക്കെ ബാക്കി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ന് വെച്ചിട്ട് ആ 40 വയസ്സ് കൊണ്ടുള്ള സമ്പാദ്യം ആവണമെന്നില്ല. ചില ആളുകൾക്ക് 40 വയസ്സത്തിൽ വീട് വെച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അഭിവൃദ്ധി വരുന്നത്. ചിലവർക്ക് വളരെ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വീണ്ടും വീണ്ടും പണം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിലൊന്നും നിങ്ങൾ നെഗറ്റീവ് ആകാതെ നിങ്ങൾക്ക് ഒരു വീട് പണിയുള്ള സ്ട്രക്ചർ തീർക്കാനുണ്ടെങ്കിലും പണമുണ്ടെങ്കിൽ, അതും വേണമെന്നില്ല. ഇപ്പോൾ 25% പണമുണ്ടെങ്കിൽ നമുക്ക് 75% നമ്മുടെ നമ്മുടെ ദീർഘവീക്ഷണങ്ങളാണ് അതിൻ്റെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട്, ഇപ്പോൾ ഇന്ന് ഗവൺമെൻറ് പല രീതിയിലും ഹൗസിംഗ് സെഗ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു സെഗ്മെൻറ്റ് ഓഫ് പണം ഉപയോഗം ചെയ്യാനായിട്ട് ബാങ്കിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഹൗസിംഗ് രംഗത്ത് കൊടുക്കാനുള്ള ഫിനാൻസാണ്. അത് നമുക്ക് ശരിക്കും പറയണമെങ്കിൽ വളരെ ചുരുങ്ങിയ എമൗണ്ടിലാണ് പല പല ബാങ്കുകളും ഹൗസിംഗ് ലോൺ തരുന്നത്. അപ്പം അതിനെയും കൂടി മുന്നിൽ കണ്ട്, നമ്മുടെ സാലറിയും കൂടി മുമ്പിൽ കണ്ട്, വരുമാനങ്ങൾ, അഡീഷണൽ വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ വരുമെന്നുള്ള പോസിറ്റീവ് ചിന്തയും വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വർഷം കൊണ്ട് മാക്സിമം ഒരു വീട് പണിത് തീർക്കാം, വിത്ത് ഇൻക്ലൂഡിങ് ഇൻറ്റീരിയർ ഡിസൈൻ.